ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അനാലിസിസ് ആണ്. അനാലിസിസ് പ്രീ സ്ട്രെസ്സിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രീ സ്ട്രെസ്സിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രീ സ്ട്രെസ്സിങ്ങിനകത്ത് അനലൈസ് ചെയ്യുന്നത്, അതായത് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുമ്പം ഈ ഒരു മെമ്പറിനകത്തൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനകത്തും കൂടെ എന്തുമാത്രം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാകും, അപ്പോൾ ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡീറ്റെയിൽസും പിന്നെ എന്തുമാത്രം ഫോഴ്സ് ആണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്, ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനാലിസിസിനകത്ത് പഠിക്കാനുള്ളത്. സാധാരണ നമ്മൾ ബീമിൻ്റെ അനാലിസിസ് പഠിച്ചതുപോലെ തന്നെ എന്താണ്, അതിനകത്ത് ലോഡുണ്ട്, അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്ത് കണ്ടുപിടിക്കുന്നു, ലോഡ്സ്, എത്ര ലോഡ് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതേപോലെ തന്നെയാണ് പ്രീ സ്ട്രെസ്സിങ് മെമ്പറിനകത്ത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട്, അതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്തുമാത്രം ഫോഴ്സസ് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം ആദ്യം 2 കേസാണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യം ഒരു ഇക്വേഷൻസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു കോൺസെൻട്രിക് ടെൻഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താണ്, സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡ്യൂ ടു കോൺസെൻട്രിക് ടെൻഷൻ. അപ്പോൾ കോൺസെൻട്രിക് ടെൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കേ, ഇതൊരു ബീം ആണ്, ഒരു ബീം ക്രോസ് സെക്ഷൻ ആണ്. സോ അപ്പോൾ ഈ ഒരു ബീം ക്രോസ് സെക്ഷനകത്തൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഈ സെൻറ്റർ ലൈൻ ആണ് എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൂടെയാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സോ അതെന്താണ്, കോൺസെൻട്രിക് ടെൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രിക് ആയിട്ട് സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ താണ്ടി ഈ ഒരു സെൻറ്ററിൽ കൂടെ ഒരു കോൺഡ്യൂട്ട് ഉണ്ടാകും, അതിനകത്തൂടെ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് സ്ട്രെസ് കൊടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് സെൻട്രൽ കൂടെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ കോൺസെൻട്രിക് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെൻട്രിക് ടെൻഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കൂടെയാണ് ടെൻഡൻ പാസ് ചെയ്ത് പോകുന്നത്. സോ അതിനകത്തൂടെയാണ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് കോൺസെൻട്രിക് ടെൻഡൻ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് സെൻട്രൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫസ്റ്റ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ അറിയാനുള്ളത്. ഏറ്റവും ബോട്ടം പോർഷൻ ഓഫ് ദി സെക്ഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ടേംഡ് ആസ് സോഫിറ്റ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഏറ്റവും ബോട്ടം പോർഷനെ പറയുന്ന വേറൊരു പേരാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ലോഡ് ഈ ഒരു ബീമിനകത്തേക്ക് വരുന്നുണ്ട്. ഡെഡ് ലോഡും ഉണ്ട്, ലൈവ് ലോഡും ഉണ്ട്. അത് ആക്ട് ചെയ്യുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫിഗറിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം കോൺസെൻട്രിക് ആയിട്ടാണ് നമ്മൾ ടെൻഡൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിനകത്തൂടെയാണ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? സാധാരണ ഒരു റെക്റ്റാങ്കുലർ ഒരു ബീമിൻ്റെ സെക്ഷൻ എടുത്ത് വെച്ചിട്ട് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ DCS 1 നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുമ്പം എങ്ങനെയാണ് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അറിയാനുള്ളത്. സോ ഫസ്റ്റ് കേസ് വരുമ്പം ഇതതിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് സെൻറ്ററിൽ കൂടെ ലോഡ് അപ്ലൈ ചെയ്യുന്നു. സോ അത് കാണിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഫിഗർ കാണിച്ച് നോക്കിക്കേ, ഇത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ്. ഫസ്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ്. അതൊരു റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതെടുത്താലും പോസിറ്റീവ്. ഇപ്പം ഏതെടുത്താലും ഉദ്ദേശിക്കുന്നത് അതായത് അപ്പർ ഏറ്റവും ടോപ്പിലുള്ള ഫൈബറും ഉണ്ട്, ബോട്ടം ഫൈബറും ഉണ്ട്. അപ്പർ ഫൈബറും ഉണ്ട്, ബോട്ടം ഫൈബറും ഉണ്ട്. സോ ബോട്ടം ഫൈബർ എടുത്താലും അപ്പർ ഫൈബർ എടുത്താലും എന്താണ്, വാല്യൂ ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ്, റെക്റ്റാങ്കിൾ. അതിൻ്റെ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ അറിയണം. ടോപ്പിൽ P/A, ബോട്ടത്തിലും P/A തന്നെയാണ് വാല്യൂ. ഓക്കെ, ഇനി എന്താണ് ഈ P/A കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂ ടു ലോഡ് P,
അതായത് ഈ ഒരു ക്രോസ് സെക്ഷനകത്തേക്ക് പി എന്ന് പറയുന്ന ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടല്ലേ, ആ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്, ആ സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത് ഈ P/A എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വീണ്ടും ഉണ്ട് സ്ട്രെസ് ഡയഗ്രാം. അതിൻ്റെ എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് സ്ട്രെസ് ഡയഗ്രാമാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫിഗർ. ഇനി രണ്ടാമത്തെ ഫിഗർ, അപ്പോൾ ഇതിൻ്റെ കൂടെ അടുത്ത ഫിഗർ വരുവാണ്, അതാണ് അഡീഷൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് നോക്കിക്കേ, അതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിഗറാണ്. ഓക്കെ, ഇനി അതെന്താ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ കാണിച്ചേക്കുന്നത് നോക്കിയാൽ മതി, അതിൻ്റെ മുകളിലുള്ള അപ്പർ ഫൈബറിലുള്ള വാല്യൂ പോസിറ്റീവാണ്, ബോട്ടം ഫൈബറിലുള്ള വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ അത് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതിനെ അതിൻ്റെ വാല്യൂ, അപ്പർ ഫൈബറിൻ്റെ ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് MD/Z എന്നും, ബോട്ടം ഫൈബറിലുള്ള വാല്യൂ MD/Z. ഇപ്പോൾ വാല്യൂസ് സെയിം ആണ്, പക്ഷേ അപ്പർ ഫൈബർ എടുക്കുമ്പോഴും ബോട്ടം ഫൈബർ എടുക്കുമ്പോഴും ഈ സൈന് വ്യത്യാസം വരുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. സോ ഇത് എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ഡ്യൂ ടു ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, അപ്പം സാധാരണ ഒരു ലോഡ് സെൻട്രൽ കൂടെ അപ്ലൈ ചെയ്യുന്ന ഒരു ലോഡ് കാരണം ആ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, അതിനകത്ത് അപ്ലൈ ആകുന്ന ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ലൈവ് ലോഡാണ്. സോ ലൈവ് ലോഡ് എടുക്കുമ്പോൾ നോക്കിക്കേ, മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. വാല്യൂ നോക്കിക്കേ, അപ്പർ ഫൈബറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ML/Z, ബോട്ടം ഫൈബറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ML/Z. അതിനകത്ത് D എന്ന് പറയുന്നത് D ഡിനോട്ട് ചെയ്യുന്നത് ഡെഡ് ലോഡ് എന്നും, അതേപോലെ തന്നെ L ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ലൈവ് ലോഡും എന്നാണ്. ഓക്കെ, സോ വാല്യൂ രണ്ടിടത്തും ഒരേപോലെയാണ്, മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും അവിടെ കാണിച്ചിട്ടുണ്ട്, ഡ്യൂ ടു ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ 3 സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഉണ്ട്. ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്, തേർഡ് വൺ ഇത്. ഇതിന് മൂന്നിൻ്റെയും കൂടെ സമ്മേഷനാണ് ടോട്ടൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിവിടെ കാണിച്ചിട്ടുണ്ട്, ഈക്വൽ ടു സൈൻ ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ, ഒരു ട്രപ്പീസിയം ഷേപ്പാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഈ ഡയഗ്രാം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഈ ഡയഗ്രാം, 2 കേസ് ഉണ്ട്, ഏത് കേസാണെന്ന് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഡയഗ്രാം ഫസ്റ്റ് വരച്ചിട്ട് ഇക്വേഷൻ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മുകളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? P/A പ്ലസ് MD/Z പ്ലസ് ML/Z. അതാണ് മുകളിലത്തെ വാല്യൂ. ആ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, P/A MD/Z ML/Z. ദെൻ ബോട്ടത്തിൻ്റെ വാല്യൂ നോക്കിക്കേ, P/A ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിരുന്നു, ദെൻ MD/Z നെഗറ്റീവാണ്, സോ മൈനസ് MD/Z. ML/Z ബോട്ടത്തിൽ നെഗറ്റീവാണ്, സോ ML/Z. അപ്പോൾ ബോട്ടത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ബോട്ടം ഫൈബർ ഓഫ് ദ സെക്ഷൻ. ഇതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഓഫ് ടോപ്പ് ഫൈബർ ഓഫ് ദിസ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ കോൺസെൻട്രിക് ആയിട്ടാണ് ലോഡ് അപ്ലൈ ആകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, ആ വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് മുകളിൽ P/A MD/Z പ്ലസ് MD/Z പ്ലസ് ML/Z, ബോട്ടത്തിൽ P/A മൈനസ് MD/Z മൈനസ് ML/Z. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഈ ലൈവ് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഡെഡ് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ടേം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P അപ്ലൈ ചെയ്യുന്ന ലോഡാണെന്നറിയാം, ഏരിയ ആ ഒരു സെക്ഷൻ തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ മോഡുലസ് ആണ്. ഒരു റെക്റ്റാങ്കുലറിൻ്റെ സെക്ഷൻ മോഡുലസ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ MDU ഉണ്ട്, അതേപോലെ തന്നെ ML ഉണ്ട്. രണ്ടും എന്താണ്? ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റും ഒന്ന് ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റും. ഓക്കെ, ഈ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MDയുടെ ഇക്വേഷൻ എന്താണ്, MLൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത് അറിഞ്ഞിരിക്കണം. സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്
എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WD, അതായത് ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്. ML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് സെക്ഷൻ മോഡുലസ്. ആൻഡ് സെൻട്രൽ മൊമെൻറ്റ് ഡ്യൂ ടു UDL, അതായത് ഡെഡ് ലോഡ് കാരണമാണ് മൊമെൻറ്റ് ഉണ്ടാകുന്നതാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതാണ് അതിൻ്റെ ഫിഗർ. അതായത് ഒരു ബീം കൺസിഡർ ചെയ്യുന്നു, അതിനകത്തേക്ക് ലോഡ് അപ്ലൈ ആകുന്നു. സോ അതിൻ്റെ സെൻറ്റർ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സോ സെൻട്രൽ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് WL²/8 ആണ്. അതിന് ഡെഡ് ലോഡ് കാരണം ഉണ്ടായാലും ഇക്വേഷൻ WDL²/8. ഇനി ലൈവ് ലോഡ് കാരണമാണെന്നുണ്ടെങ്കിൽ WLL²/8. ഇക്വേഷൻ കോമൺ ആണ്, WL²/8 എന്നാണ്. ഡെഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ WDL²/8. ലൈവ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ WLL²/8 ആയിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇവിടെ പ്രത്യേകം അത് എടുത്തെഴുതിയിട്ടുണ്ട്. എക്സ്ട്രീം ഫൈബറും, അതായത് ടോപ്പ് ഫൈബറിൽ ടോപ്പിൽ എക്സ്ട്രീമിൽ ഉണ്ടാകുന്ന ഫൈബറിൻ്റെ സ്ട്രെസ് വാല്യൂ ഇത്, ബോട്ടം ഫൈബറിൻ്റെ എക്സ്ട്രീമിൽ ഉണ്ടാകുന്ന വാല്യൂ ഇതായിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. MDയും MLഉം ഉണ്ട്. പിന്നെ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ BD²/6 എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കേസാണ്. സോ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. BD²/6 ആണ് ഇസഡ് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് കേസ് ആയിരുന്നു, കോൺസെൻട്രിക് ടെൻഡൻ. രണ്ടാമത്തെ കേസ് പറയുന്നത് നോക്കുക, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു എക്സെൻട്രിക് ടെൻഡൻ. മറ്റേത് കോൺസെൻട്രിക് ആയിരുന്നു, ഇവിടെ എന്താണ് എക്സെൻട്രിക് ടെൻഡൻ ആണ്. സോ എക്സെൻട്രിക് ടെൻഡൻ ആകുമ്പോൾ ഫസ്റ്റ് ഫിഗർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ്ട് ഇത് നമ്മൾ അതിൻ്റെ ബീമിൻ്റെ സെൻറ്റർ ലൈനാണ് ഈ പാസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ബീമിൻ്റെ സെൻറ്റർ ലൈൻ. ഇതാണ് ബീമിൻ്റെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയും വരച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനകത്തൂടെ അല്ല ലോഡ് ആക്ട് ചെയ്യുന്നത്. ലോഡ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ആ ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും താഴേക്ക് ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ E എന്നാണ് പറയുന്നത്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതിനെയാണ്, എക്സിൻട്രിസിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എക്സിൻട്രിസിറ്റി അതിനകത്തൂടെയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു കോൺഡ്യൂട്ട് ഉണ്ടാകും, അതിനകത്തൂടെ ടെൻഡൻ പാസ് ചെയ്യും, അതിനകത്തൂടെ ആയിരിക്കും എന്ത് P ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? സോ അതാണ് എക്സെൻട്രിക് ടെൻഡനകത്തുള്ള വ്യത്യാസം. ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനെ CGC എന്നും ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ, അതായത് ഫോഴ്സ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നതിന് CGS എന്നാണ് പറയുന്നത്. മറ്റേതെന്ന് പറയുന്നത് സെൻറ്റർ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CGC എന്ന് കൊടുത്തേക്കുന്നു. രണ്ടാമത് ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത് CGS. മറ്റേതിൻ്റെ കേസിൽ ഈ CGSഉം CGCയും ഒന്ന് തന്നെയായിരുന്നു, അതുകൊണ്ടാണ് CGS എന്ന് തന്നെ അങ്ങ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഫിഗർ. ഈ ഒരു ഫിഗറിൻ്റെ കേസിലും നമുക്ക് പല ക്രോസ് സെക്ഷൻ വെച്ചിട്ട് വരുന്ന ലോഡ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഉണ്ട്. ഫസ്റ്റ് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചേക്കുന്നത്. ലോഡ് അപ്ലൈ ആവുന്ന ദണ്ട് ഇവിടെയാണ്. ഏതാണ് ദണ്ട് ഈ ഒരു ലൈനിൽ കൂടെ. ദെൻ ഫസ്റ്റ് ഫിഗർ റെക്റ്റാങ്കുലർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണ്. P/A അത് പോസിറ്റീവാണ്. അതെന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഏരിയയിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. ഇതിൻ്റെ കൂടെ ഇനി ആരുണ്ട്? ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സും ഉണ്ട്, ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സും ഉണ്ട്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് എന്ത് കാരണം ഉണ്ടാകുന്നത്? ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്. ക്ലിയർ ആയോ? ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഡയഗ്രാം ആണ്. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് നോക്കിയാൽ മതി, മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. ഇക്വേഷൻ MD/Z, മുകളിലും MD/Z. ഓക്കെ, രണ്ടാമത്തത് ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്നത്. ഇതാണ് ലൈവ് ലോഡ് കാരണം. ഇത് രണ്ട് നമ്മൾ പഴയ ഫിഗറിനകത്തും കണ്ടതാണ്. മുകളിൽ ML/Z, താഴെ ML/Z. ഇനി ഇതിൻ്റെ കൂടെ ഇവിടെ പുതിയൊരു ടേമും കൂടെ വന്നിട്ടുണ്ട്. ആരാണ്? എക്സെൻട്രിസിറ്റി. ഇപ്പോൾ ഈ എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു
സ്ട്രെസ്സും കൂടെ ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അത് നോക്കിക്കേ, നേരെ ഫിഗർ ഇങ്ങോട്ടേക്കാണ് വരച്ചേക്കുന്നത്, ശ്രദ്ധിച്ചോണം. ബാക്കി രണ്ടെണ്ണത്തിൻ്റെയും ട്രയാങ്കിൾ ഷേപ്പ് റൈറ്റിലേക്കാണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്താണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇക്വേഷൻ എന്താണ്? പി ഇ ബൈ ഇസഡ്, പി ഇ ബൈ ഇസഡ്. പി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി, ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ്. അത്രയേ ഉള്ളൂ. സോ അതിൻ്റെ അപ്പർ ഫൈബറിലുണ്ടാകുന്ന വാല്യൂസ് നെഗറ്റീവും ബോട്ടം ഫൈബറിനകത്ത് ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. ഓക്കെ, അപ്പം ഈ 4 ഫിഗറിൻ്റെയും കൂടെ സമ്മേഷനാണ് ടോട്ടൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ, അതൊരു ട്രപ്പീസിയം ഷേപ്പ് തന്നെയാണ്. മുകളിലുള്ള വാല്യൂ ഏതൊക്കെയാണ്? പി ബൈ എ പോസിറ്റീവാണ്, എം ഡി ബൈ ഇസഡ് അപ്പർ ഫൈബർ പോസിറ്റീവാണ്, എം എൽ ബൈ ഇസഡ് അപ്പർ ഫൈബർ പോസിറ്റീവാണ്, ദെൻ പി ഇ ബൈ ഇസഡ് അത് അപ്പർ ഫൈബർ നെഗറ്റീവ് ആയിരുന്നു. ബോട്ടം ഫൈബറിലുള്ള വാല്യൂ പി ബൈ എ മൈനസ് എം ഡി ബൈ ഇസഡ് മൈനസ് എം എൽ ബൈ ഇസഡ് പ്ലസ് പി ഇ ബൈ ഇസഡ്. ക്ലിയർ ആയോ? ഇത്രയുമാണ് മെയിനായിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അനാലിസിസ്. ഓക്കെ, ഇത് ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ടോപ്പ് ഫൈബർ, ബോട്ടം ഫൈബറിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്. ക്ലിയർ ആയോ? അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ 2 കേസിൽ ഏതെങ്കിലും ഒരു കേസ് ആയിരിക്കും. സോ ആ കേസ് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് ഈ ഫിഗറിനെ വരയ്ക്കുക. ദെൻ ഫൈനൽ സ്ട്രെസ്സിൻ്റെ, അതായത് ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും വരുന്ന ഫൈനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഴുതിയിടുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം 200 by 300 mm cross section is used over an effective span of 6 meter to support an imposed load of 4 kilonewton meter. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ സ്പാൻ പറയുന്നുണ്ട്, ഇമ്പോസ്ഡ് ലോഡ് പറയുന്നുണ്ട്. ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈവ് ലോഡാണ്. ഇമ്പോസ്ഡ് ലോഡ് പറയുന്നുണ്ട്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സ്പാൻ ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ക്രോസ് സെക്ഷൻ, സ്പാൻ, ദെൻ ഇമ്പോസ്ഡ് ലോഡ്, ഈ 3 കാര്യങ്ങൾ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ കോൺസെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നെസസറി ഫോർ 0 സ്ട്രെസ് അറ്റ് സോഫിറ്റ് വെൻ ദ ബീം ഈസ് ഫുള്ളി ലോഡഡ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ലൊക്കേറ്റഡ് 100 mm from the bottom of beam will nullify the bottom fiber stress due to loading. 2 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കേസ് 1 ഇതാണ്, കോൺസെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബീമിൻ്റെ സെക്ഷൻ എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കൂടെയാണ് പി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? സെൻറ്ററിൽ കൂടെയാണ്. ഇതാണല്ലോ കോൺസെൻട്രിക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ എത്ര ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഫോഴ്സ് പി വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ പറയുന്നുണ്ട് എത്രയാണെന്നുള്ളത്. 200 by 300 പറയുന്നുണ്ട്. ലെങ്ത് പറയുന്നുണ്ട്, ഇത് 6 മീറ്റർ പറയുന്നുണ്ട്. ലൈവ് ലോഡ് പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കോൺസെൻട്രിക് എന്ന് പറയുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പി വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ പി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്ലൂവും കൂടെ പറയുന്നുണ്ട്. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ സോഫിറ്റിൽ, സോഫിറ്റ് എന്ന് പറയുന്നത് ഈ ബോട്ടം പോർഷനെയാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. ഈ സോഫിറ്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സോഫിറ്റിലെ സ്ട്രെസ് 0 ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് പി ഫോഴ്സിനെ കണ്ടുപിടിക്കാനാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? സോ ആ ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് കേസാണ്, കോൺസെൻട്രിക് ആണ്. കോൺസെൻട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെൻട്രിക്കിൻ്റെ ഫിഗർ വരയ്ക്കാം. സോ ആ ഫിഗറാണ് ഫസ്റ്റ് ഇവിടെ കാണിച്ചേക്കുന്നത്. പി ലോഡ് അറിയത്തില്ല, ഡബ്ല്യു ഡി അറിയത്തില്ല. WL 4 kN/m ആണെന്ന് അറിയാം. ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട് 300 by 200. ഫസ്റ്റ് പി ബൈ എ, എം ഡി ബൈ ഇസഡ്, എം എൽ ബൈ ഇസഡ്, അതിൻ്റെ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ഫിഗറും കാണിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട്, ഈ ക്വസ്റ്റ്യൻ അത് പറയുന്ന ഒരു കാര്യമുണ്ട്,
കോൺസെൻട്രിക് ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ സോഫിറ്റിൻ്റെ സ്ട്രെസ് 0 ആണ്. അതായത് ബോട്ടം ഫൈബറിൻ്റെ സ്ട്രെസ് 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ പി വാല്യൂവിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസോളിഡേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ സമ്മേഷൻ ഓഫ് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. സോ ബോട്ടം ഫൈബറിൻ്റെയും ടോപ്പ് ഫൈബറിൻ്റെയും ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ബോട്ടം ഫൈബർ സോഫിറ്റിൻ്റെ സ്ട്രെസ് 0 ആകുമെന്ന് പറഞ്ഞാൽ സോഫിറ്റിലെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇതാണല്ലോ. ഈ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0. അതായത് പി ബൈ എ മൈനസ് എം ഡി ബൈ ഇസഡ് മൈനസ് എം എൽ ബൈ ഇസഡ്. അതായത് സോഫിറ്റിലെ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 0 ആക്കിയിട്ട് ഫിഗറിനെ കാണിച്ചിരിക്കുകയാണ് തൻ്റെ ഇത്. സോ ഇക്വേഷൻ എടുത്തെഴുതി 0 കൊടുത്തു. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പി വാല്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതിനകത്ത് എ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ എം ഡി കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം, എം എൽ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഏരിയ കിട്ടും. ദെൻ ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. ഫോർ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഇസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6 ആണ്. ബി 200 ആണ്, ഡി 300 ആണ്. സോ 200 ഇൻറ്റു 300 ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ തന്നെ ഇസഡിൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് വരുന്നത് എം എൽ കണ്ടുപിടിക്കാനാണ്. എം എൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം WL സ്ക്വയർ ബൈ 8 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് WL എന്ന് പറയുന്നത് 4 kN per meter square ആണ്. ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഇൻറ്റു 6 സ്ക്വയർ ബൈ 8, സോ 18 kN മീറ്റർ വന്നു. സോ അതിനെ ന്യൂട്ടൺ MM മാറ്റിയതാണ്. 80 ഇൻറ്റു 10⁻⁶. നെക്സ്റ്റ് വേണ്ടത് എം ഡി ആണ്. എം ഡിയുടെ ഇക്വേഷൻ WDL സ്ക്വയർ ബൈ 8 എന്നാണ്. സോ WD നമുക്ക് ക്വസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ അതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ട്. ആ സെൽഫ് വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ WD കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ക്വസ്റ്റിന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെടുക്കുക, ആ WD എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് ചെയ്തു പോവുക. ഓക്കെ, അപ്പം സെൽഫ് വെയിറ്റ് ആണ് WD. ഇപ്പോൾ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ് ആകുമ്പോൾ നമ്മൾ ആ ഡെൻസിറ്റി 24 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻറ്റു 0.2, അതായത് 200/300 എന്നായിരുന്നു ക്രോസ് സെക്ഷൻ. സോ 24 ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.3 ഇൻറ്റു 0.2. സോ വാല്യൂ കിട്ടിയിട്ടുണ്ട് 1.44 kN per meter. സോ ഇനി എം ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് WDL സ്ക്വയർ ബൈ 8. WDL എന്ന് പറയുന്നത് 6 സ്ക്വയർ ബൈ 8 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതിനെ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇനിയിപ്പം അപ്പർ ഫൈബറിൻ്റെയും ബോട്ടം ഫൈബറിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആ തന്നിരിക്കുന്ന ആ ഇക്വേഷൻ അത് ഏതൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ ആ വാല്യൂസിനെ എല്ലാം പറക്കി എടുത്ത് എഴുതുക എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇക്വേഷനകത്തേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടം ഫൈബറിൻ്റെ വാല്യൂ 0 എന്നുള്ളതാണ്. സോ P ബൈ എ, ദെൻ ഫസ്റ്റ് വൺ MD ബൈ ഇസഡ്, ML ബൈ ഇസഡ്, രണ്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അൺനോൺ P മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്തുനിന്ന് P വാല്യൂവിനെ കണ്ടുപിടിച്ചതാണ്. P വാല്യൂ ഇസ് എന്താണ് കിലോന്യൂട്ടണിൽ കണ്ടുപിടിച്ച വാല്യൂ 489.6 kN എന്നാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? Eccentric pre-stressing force located 100 mm from the bottom of the beam will nullify the bottom fiber stress due to loading. നേരത്തെ കോൺസെൻട്രിക് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്താണ്? എക്സെൻട്രിക് ആണ്. സോ എക്സെൻട്രിക് ആകുന്ന കേസിൽ നമുക്ക് ഫിഗർ നോക്കാം. ഇതാ എക്സെൻട്രിക് ആകുമ്പോൾ ഫിഗറിനകത്ത് എക്സെൻട്രിക്കിൻ്റെ ഫിഗർ വരയ്ക്കുക. അപ്പോൾ അതിനകത്ത് പ്രത്യേകം അറിയുന്നുണ്ട് ബോട്ടത്തിൽ നിന്നും, അതായത് ബോട്ടം ഫൈബറിൽ നിന്നും ഒരു 100 mm മാറിയിട്ടാണ്, അതിവിടെ കാണിക്കുന്നുണ്ട്, ബോട്ടത്തിൽ നിന്നും ഒരു 100 mm മാറിയിട്ടാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
പക്ഷേ എക്സെൻട്രിസിറ്റി ഒരിക്കലും 100 ആവില്ല. എക്സെൻട്രിസിറ്റി എപ്പോഴും എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? എക്സെൻട്രിസിറ്റി മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലൈൻ ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. ആ എക്സെൻട്രിസിറ്റി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ കണ്ടുപിടിക്കാനുള്ളൊരു ക്ലൂ തന്നിട്ടുണ്ട്. ബോട്ടത്തിൽ നിന്നും എന്താണ് 100 mm മാറിയിട്ടാണ്. സോ അതൊരിക്കലും എക്സെൻട്രിസിറ്റി അല്ല. എക്സെൻട്രിസിറ്റി മെഷർ ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ ബീമിൽ നിന്നുമാണ്. അവിടെ നിന്നും എങ്ങോട്ടാണ് എക്സെൻട്രിസിറ്റി മെഷർ ചെയ്യേണ്ടത്? എവിടെയാണോ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ രണ്ട് ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ മൊത്തം 300 ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ നിന്ന് വരുമ്പം ഇതെത്രയാകും? 150 ആകും. സോ 150ക്കകത്ത് ഇത്രയും പോകുമ്പം 150ക്കകത്ത് നിന്ന് ഈ 100 പോയി കഴിയുമ്പം ബാക്കി ഈ ലൈൻ എന്ന് പറയുമ്പോൾ എത്രയാകും? 50. സോ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 50 mm. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പം അതാണ് ആ ഫസ്റ്റ് ഫിഗർ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ സാധാരണ വരച്ചിരിക്കുന്ന ഫിഗർ തന്നെയാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് വരച്ച അതേ എല്ലാ ഫിഗറും അതിൻ്റെ ലാസ്റ്റ് ഫിഗറും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ എക്സെൻട്രിസിറ്റി വന്ന കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 150. സോ ഇത്രയും 100 പോയി കഴിഞ്ഞാൽ ബാക്കി 50. അങ്ങനെയാണ് എക്സെൻട്രിസിറ്റി 50 വന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സെൻട്രിക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സെൻട്രിക് ആയിട്ട് വരുന്ന ഫിഗർ ഇതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ഇതാണ്. സോ ഈ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും പറയുന്നുണ്ട് ബോട്ടം ഫൈബറിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0 ആണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, PE/Z. അതിൻ്റെ സൈൻ പോസിറ്റീവുമാണ്. സോ ആ ഇക്വേഷൻ അതേപോലെ എടുത്തെഴുതി. ഇതിനകത്ത് എ പഴയ, അതായത് ഫസ്റ്റ് കേസ് ചെയ്ത അതേ എ തന്നെ, എം ഡിയും ഇസഡിനും ഒരു മാറ്റവും ഇല്ല, പഴയത് തന്നെ. എം എല്ലും ഇസഡും ഒരു മാറ്റവും ഇല്ല. എം എൽ എന്ത് കണ്ടുപിടിച്ചു അതേ ഡിവൈഡ് ബൈ ഇസഡ്. എക്സ്ട്രാ വരുന്നതുണ്ട് ഈ ഒരു ടേം കൂടെയാണ്. ആ ഒരു ടേം കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പി ഇവിടെ 6000 ആണ്, 60,000 അല്ല 6000 ആണ്. സോ 6000. ദെൻ നെക്സ്റ്റ് എന്താണ്? MD/Z. MD/Z എന്ന് പറയുമ്പം എം ഡിയുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, ബൈ ഇസഡ്. നെക്സ്റ്റ് ML/Z. ദെൻ PE/E ഉണ്ട്, ഡിവൈഡ് ബൈ ഇസഡും ഉണ്ട്. ഇവിടെയും എഗൈൻ ഒരു പിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി വാല്യൂ എന്ന് പറയുന്നത് ബൈ യൂസിങ് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ആണ് 244.8 kN എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫൈനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ റെഗുലർ ബീം ഓഫ് ക്രോസ് സെക്ഷൻ 200/300 pre-stressed by 15 numbers of 5 mm diameter bar. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് ഏറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, എ റെക്ടാങ്കുലർ ബീം ക്രോസ് സെക്ഷൻ പറയുന്നുണ്ട് 200/300. പ്രീ സ്ട്രെസ് ചെയ്യുന്ന ഫോഴ്സ് അല്ല ഇവിടെ പറയുന്നത്. പ്രീ സ്ട്രെസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും അതിൻ്റെ ഡയമീറ്ററും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 15 നമ്പേഴ്സ് ഉള്ള 5 mm ഡയമീറ്റർ ബാറിനകത്തൂടെയാണ് പ്രീ സ്ട്രെസ്സിങ് കൊടുത്തേക്കുന്നത്. ഈ ബാർ ലൊക്കേറ്റ് ചെയ്യുന്നത് 65 mm ഫ്രം ദി ബോട്ടം ഓഫ് ദ ബീമാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ബീമിൽ നിന്നും 65 mm മാറി. ആൻഡ് 3 numbers of 5 mm bar located at 25 mm from the top of the beam. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് 15 numbers of 5 mm ഡയമീറ്റർ ബാർ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഫ്രം ദി ബോട്ടം ഓഫ് ദ ബീമിൽ നിന്നും 65 mm മാറിയിട്ടാണ്. ഇത് കൂടാതെ വീണ്ടും പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ട്. അത് എത്ര വെച്ചിട്ടാണ്? 3 നമ്പറുള്ള 5 mm ഡയമീറ്റർ ബാറാണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? 25 mm ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബീം. മുകളിൽ നിന്ന് 25 mm മാറിയിട്ടാണ്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസ്യൂം ദ സ്ട്രെസ് ഇൻ സ്റ്റീലിൻ്റെ സ്ട്രെസ് നമ്മൾ കൊടുക്കുന്ന ഈ രണ്ട്, അതായത്
5 mm ഡയമീറ്റർ ഉള്ള 15 നമ്പറിലും അതേപോലെ തന്നെ 3 നമ്പറിലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സ്ട്രെസ്, ആ സ്ട്രെസ് പറയുന്നുണ്ട് 80 Nm/mm² ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് അറ്റ് എക്സ്ട്രീം ഫൈബർ ഓഫ് മിഡ് സ്പാൻ. എക്സ്ട്രീം ഫൈബറിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കണം. എക്സ്ട്രീം ഫൈബറിൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഫൈബറിൻ്റെയും കണ്ടുപിടിക്കണം, ബോട്ടം ഫൈബറിൻ്റെ, കാരണം ഏത് എക്സ്ട്രീം ഫൈബർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാത്തൊരു കേസിൽ ടോപ്പ് ഫൈബറിൻ്റെയും കണ്ടുപിടിക്കണം, ബോട്ടം ഫൈബറിൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, വെൻ ദ ബീം ഈസ് സപ്പോർട്ടിംഗ് ലൈവ് ലോഡ് ഓഫ് 6 kN ഇൻ അഡീഷൻ ടു സെൽഫേറ്റ് കൂടാതെ ലൈവ് ലോഡ് 6 kN/m ചെയ്യുന്നുണ്ട്. സ്പാൻ എന്ന് പറയുന്നത് 6 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ മാറ്റാം? സോ അതിവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആ ഒരു ബീം സെക്ഷൻ 6 മീറ്റർ സ്പാൻ കാണിച്ചിട്ടുണ്ട്. ലൈവ് ലോഡ് 6 kN/m. സോ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ഈ ഫിഗർ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതാണ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, സെൻറ്റർ ലൈൻ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇത് സെൻറ്റർ ലൈൻ. ഓക്കെ, ഫസ്റ്റ് കേസ് പറയുന്നത് 15 നമ്പർ ബാർസ് എന്നുണ്ട്. 15 ബോട്ടത്തിലാണ് 15 നമ്പർ ബാർസ് കൂടെ പ്രീ സ്ട്രെസ്സിങ് ഇതുണ്ട്. ഇതിനകത്തൂടെ ഈ ബാറിനകത്തൂടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കൊടുക്കുന്നത് ബോട്ടത്തിൽ നിന്നും 65 mm മാറിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു ബീമിനകത്ത് ടോപ്പിലൂടെയും 3 ബാർ ഉപയോഗിച്ചിട്ട് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ട്. അത് ടോപ്പിൽ നിന്നും 25 mm മാറിയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റിനെ പറയുന്നത്. ബോട്ടത്തിലും പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ടോപ്പിലും പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മിസ്സിങ് എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരിക്കലും സെൻട്രൽ കൂടെ അല്ല പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നത്. അപ്പോൾ അത് കോൺസെൻട്രിക് അല്ല, പക്ഷേ എക്സെൻട്രിക് ആണ്. എക്സെൻട്രിക് ആകുമ്പോൾ 2 എക്സെൻട്രിസിറ്റി വരുന്നുണ്ട്. നമ്മൾ എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? എവിടെയാണോ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നത് ആ ലൈനിൽ നിന്നും സെൻറ്റർ ലൈൻ വരെ. അപ്പം ഇതൊരു എക്സെൻട്രിസിറ്റി E1 ആണ്. പക്ഷേ ബോട്ടത്തിലും പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നുണ്ടല്ലോ, അത് മുതൽ സെൻറ്റർ വരെ അടുത്ത ഒരു എക്സെൻട്രിസിറ്റി E2 ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു സെക്ഷനകത്ത് 2 എക്സെൻട്രിസിറ്റി വരുന്നുണ്ട്. സോ 2 എക്സെൻട്രിസിറ്റി വരുന്നത് നമുക്ക് പറ്റില്ല, ഒരൊറ്റ എക്സെൻട്രിസിറ്റി ആകണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ എക്സെൻട്രിസിറ്റി ഉണ്ടാകണം. ആ എക്സെൻട്രിസിറ്റി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ആ ഒരു ഫിഗർ തന്നെയാണ് ഇവിടെയും കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങളൂടെ എക്സ്ട്രാ പറയുന്നത് മുകളിലത്തെ 25 ഉണ്ട്, ബോട്ടത്തിൽ 65 ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണിച്ചിട്ടുണ്ട്. സോ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് മൊത്തം 300 ആയതുകൊണ്ട് മൊത്തം ഡെപ്ത് 300 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 150, ഇങ്ങോട്ട് 150 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം ഇങ്ങനെ 2 മുകളിലും താഴെയും ബാറുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ബാറിനകത്തൂടെ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബീം അറിയണം. ഇപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതും താഴെ കൊടുത്തിരിക്കുന്ന ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഇപ്പം ഒരൊറ്റ സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ ചെയ്യാം. പക്ഷേ മുകളിലും താഴെയും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എക്സെൻട്രിസിറ്റി കിട്ടും. 2 എക്സെൻട്രിസിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു കോമൺ സെൻറ്റർ. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സെൻറ്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോമൺ സെൻറ്റർ വേണം. മുകളിലത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിനെയും താഴത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിനെയും വെച്ചുകൊണ്ട് ഒരു കോമൺ സെൻട്രോയിഡ് വേണം. ആ സെൻട്രോയിഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ആ കോമൺ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ അത് പറയുന്നത് ഫസ്റ്റ് 15 നമ്പർ. ഓക്കെ,
15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിൽ എത്ര നമ്പർ ഓഫ് ബാർ ഉണ്ട്, അത് 15. ഇനിയും ഈ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ ഈ ബോട്ടത്തിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നിൽക്കുന്നത്, അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ദാറ്റ് ഇസ് 65. അതാണ് ആദ്യത്തെ രണ്ടെണ്ണം. അപ്പം ബോട്ടത്തിൽ ഉള്ള നമ്പർ ഓഫ് ബാറെ ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി ബോട്ടം. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദി ബോട്ടം. ഓക്കെ, അതാണ് ആദ്യത്തെ രണ്ട് ടേം. അതേ പ്ലസ് മുകളിൽ എത്ര നമ്പർ ഓഫ് ബാർ ഉണ്ട്, മുകളിൽ എത്ര നമ്പർ ഓഫ് ബാർ ഉണ്ടായിരുന്നു, 3 ഉണ്ട്. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് ഡൗട്ടായിട്ട് വരാനുള്ള ചാൻസ്. മൊത്തം 300 ഉണ്ട്. സെൻറ്റർ നമുക്കറിയാം 150, ഇങ്ങോട്ടും 150 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് മുകളിലത്തെ ബാർ ഉള്ളത്. സോ ഈ ബാറ് മുകളിൽ നിന്നും 25 mm മാറിയിട്ടാണ്. പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡിസ്റ്റൻസ്, അതായത് നമ്പറിൻ്റെ കൂടെ കൊടുക്കുന്ന ഡിസ്റ്റൻസ് ബോട്ടത്തിൽ നിന്നും എത്ര മാറിയിട്ടാണ്, ഈ ബോട്ടത്തിൽ നിന്നും എത്ര മാറിയിട്ടാണ് തണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ നമ്പറിൻ്റെ കൂടെ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, മൊത്തം 300 ഉണ്ട്, ഇത്രയും എന്താണ് 25. ഇത് മൈനസ് ചെയ്ത് പോകുമ്പോൾ ബോട്ടത്തിൽ നിന്നും ഈ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ എത്ര ഡിസ്റ്റൻസിലാണെന്ന് കിട്ടും, അതാണ് 275 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ സെൻറ്ററോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഇൻറ്റു ബോട്ടത്തിൽ നിന്നും ബാർസുകൾ എത്ര ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, സെക്കൻഡ് വന്നപ്പോൾ ഈ ഡിസ്റ്റൻസ്, ബോട്ടത്തിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ വന്നപ്പോൾ ആ മുകളിലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയി. താഴെ ടോട്ടൽ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, താഴെ 15, മുകളിൽ 3. സോ സം ചെയ്യുക, അതാണ് ടോട്ടൽ ബോട്ടത്തിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. എത്ര കിട്ടിയത്, 100 mm കിട്ടി. നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുത്തത് ഫ്രം ദി ബോട്ടത്തിൽ നിന്നായതുകൊണ്ട് ഈ 100 mm എന്ന് പറയുന്നത് ഫ്രം ദി ബോട്ടം ആണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് സെൻറ്റർ ഇത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 150, ഇത് 150. ഓക്കെ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബോട്ടത്തിൽ നിന്നും 100 മാറിയിട്ടാണ്. സോ ബോട്ടത്തിൽ നിന്ന് 100 മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് മൊത്തം 150 ആണ്. സോ ബോട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. സോ ഇവിടെ നിന്ന് മുകളിലോട്ട് വേണം എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ 100 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഈ ലൈനിൽ കൂടെയാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത്. കാരണം മുകളിൽ കൊടുത്തിരിക്കുന്നതും താഴെ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ കോമൺ ആക്കി മാറ്റി, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടെയും പ്രീ സ്ട്രെസ്സിങ് ഉണ്ടായിരുന്നു, താഴെ കൂടെയും പ്രീ സ്ട്രെസ്സിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടെണ്ണത്തിനും കൂടെ കോമൺ ആക്കി മാറ്റി എന്നങ്ങ് വിചാരിക്കുക, നമ്മൾ നേരത്തെ പോലെ തന്നെ. ഇനി എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഡെഫിനിഷൻ എന്താണ്, അതായത് സെൻറ്റർ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പോകുന്ന ലൈന്, ആ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് എക്സെൻട്രിസിറ്റി. ഇതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, മൊത്തം 150 ആണ് അല്ലേ. സോ 150ക്കകത്തു നിന്ന് ഇതെത്രയാണ്, 100 ആണ്. സോ പോയി കഴിയുമ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്ര വരും, 50 വരും അല്ലേ. സോ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 50. ഓക്കെ, ഇങ്ങനെയാണ് മുകളിലും താഴെയും റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ എക്സെൻട്രിസിറ്റി കിട്ടി. ഇനി എളുപ്പമാണ്, എന്താണ് ഇനി പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രീം ഫൈബറിൻ്റെ സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ അപ്പർ ഫൈബറും ഉണ്ട് ബോട്ടം ഫൈബറും ഉണ്ട്. എക്സെൻട്രിക് എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ എക്സെൻട്രിക് എന്ന് പറയുന്ന കണ്ടീഷൻ ആകുമ്പം ഇക്വേഷൻ എന്ത് വരും, സ്ട്രെസ് അറ്റ് ദി ബോട്ടം, സ്ട്രെസ് അറ്റ് ടോപ്പ്, ഇവിടെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. ടോപ്പിൽ P/A പ്ലസ് MD/Z പ്ലസ് ML/Z മൈനസ് P/Z, ബോട്ടത്തിൽ P/A മൈനസ് MD/Z മൈനസ് ML/Z പ്ലസ് PE/Z, ഇതായിരിക്കും ഇക്വേഷൻ. സോ ഇനി അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്ന P വാല്യൂ കണ്ടുപിടിക്കണം.
അതേപോലെ തന്നെ എ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് പി വാല്യൂ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോപ്പിലെയും ബോട്ടത്തിലെയും ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പം പി ഉണ്ടായിരിക്കും, വാല്യൂ കണ്ടുപിടിക്കണം, എ വാല്യൂ കണ്ടുപിടിക്കണം, എം ഡി കണ്ടുപിടിക്കണം, ഇസഡ്, എം എൽ കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം, മൈനസ് പി കണ്ടുപിടിക്കണം, ഇ കണ്ടുപിടിക്കണം, ഇസഡ്. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കൊരു കോമൺ ഒരു വാല്യൂ, ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്ന ഈ പി ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ ഈ റീഎൻഫോഴ്സ്മെൻറ്റിനകത്ത് കൊടുക്കുന്ന സ്ട്രെസ് എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? 840 Nm². ഓക്കെ, അങ്ങനെ സ്ട്രെസ് പ്രീ സ്ട്രെസ്സിങ് ബാറിനകത്ത് കൊടുക്കുന്ന സ്ട്രെസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇപ്പം എന്താണ് സ്ട്രെസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? P/A. ഓക്കെ, നമുക്ക് സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആരെ കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. അപ്പോൾ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ സ്ട്രെസ് തന്നിട്ടുണ്ട്, എത്രയാണെന്നുള്ളത്? 840 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രെസ് കിട്ടി. ഇനി വേണ്ടത് ഏരിയ ആണ്. ഇനി ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ക്രോസ് സെക്ഷൻ ഏരിയ അല്ല, അതായത് 200 × 300 ചെയ്യരുത്. അതല്ല ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് വയേഴ്സിനകത്താണ് അല്ലേ? പ്രീ സ്ട്രെസ്സിങ് വയേഴ്സിനകത്താണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഓക്കെ, അത് മുകളിൽ 3 വയർ കൊടുത്തിട്ടുണ്ട്, താഴെയാണെന്നുണ്ടെങ്കിൽ 15 വയർ കൊടുത്തിട്ടുണ്ട്. ഈ 2 വയറിനകത്തുമാണ് നമ്മൾ 840 എന്ന് പറയുന്ന സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വയറിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിനകത്തൂടെയാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നത്. ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തവണയും എടുക്കേണ്ടത് ഈ വയേഴ്സിൻ്റെ ഏരിയ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മുകളിൽ കൊടുത്തിട്ടുള്ള വയറിൻ്റെ ഡയമീറ്ററും താഴെ കൊടുത്തിട്ടുള്ള 15 എണ്ണത്തിൻ്റെ ഡയമീറ്ററും സെയിം തന്നെയാണ് 5. സോ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഏരിയ എടുക്കാൻ വേണ്ടി 15 + 3 എന്ന് എടുക്കാം, ഇൻറ്റു വയറിൻ്റെ ഏരിയ π/4 × 5² എന്ന് എടുക്കാം. ഇനിയും അങ്ങനെയല്ല, രണ്ടിടത്തും 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 840 അതിൻ്റെ സ്ട്രെസ്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ മുകളിൽ ഇപ്പം ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആണെന്നുണ്ടെങ്കിൽ 10 × 50 P = 840 അതിൻ്റെ സ്ട്രെസ്സ് ഇൻറ്റു മുകളിലത്തെ. അപ്പോൾ അവിടെ 15 എണ്ണം ഉണ്ട്, അവിടുത്തെ 10 ആണ് ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ 10 × π/4 d² പ്ലസ് താഴത്തെ 3 × π/4 അവിടുത്തത് 5 ആണെന്നുണ്ടെങ്കിൽ 5². അപ്പോൾ ഡയമീറ്റർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഡയമീറ്റർ മുകളിലും താഴെയും സെയിം ആയതുകൊണ്ടാണ് 15 + 3 എന്ന് എടുത്തേക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പി വാല്യൂ കിട്ടും. പി വാല്യൂ കിട്ടുന്നത് ന്യൂട്ടണിലാണ്. ന്യൂട്ടണിൽ ഇടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഫൈബറാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm²ൽ കിട്ടണം. സോ അതുകൊണ്ട് പി എന്തിൽ തന്നെ ഇടുക? ന്യൂട്ടണിൽ തന്നെ ഇടുക. ഇവിടെ നമ്മുടെ യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. എല്ലാം ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ പി ആയി ഇപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഇത് കിട്ടി. ദെൻ പി വാല്യൂ ന്യൂട്രൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് അതുണ്ട്. സോ ഏരിയ ദെൻ ഇസഡ് റെക്റ്റാങ്കുലർ സെക്ഷനാണ് BD²/6 അതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ WL 6 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ML കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ML കണ്ടുപിടിക്കാം. സോ എന്താണ് ഇക്വേഷൻ? WL × L²/8 നമുക്ക് കിട്ടുന്നത് 27 kN/മീറ്ററിലാണ്. സോ അതിനെ ന്യൂട്ടൺ mmലേക്ക് മാറ്റുക, കാരണം ഫോഴ്സ് ന്യൂട്ടണിലാണ്, ഏരിയ mmലാണ്. ഇനി WD തന്നിട്ടില്ല, പക്ഷേ സെൽഫ് വെയ്റ്റ് ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ WD കണ്ടുപിടിക്കണം. 24 × ക്രോസ് സെക്ഷൻ ഏരിയ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് MD വാല്യൂ WD × L²/8. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് കിട്ടി. ദെൻ ഇനി സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് സ്ട്രെസ് ബോട്ടം ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, MZ അതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് ML ദെൻ അതിന് കറസ്പോണ്ടിങ് ഇസഡ്. ദെൻ PE/Z ആണ്.
പി ഓൾറെഡി അറിയാം, ന്യൂട്ടണിലുണ്ട്. ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടുപിടിച്ച് 50 ഡിവൈഡ് ബൈ ഇസെഡ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ട്രെസ് അറ്റ് ടോപ്പ് കിട്ടും, സ്ട്രെസ് അറ്റ് ബോട്ടം ഈ സെയിം വാല്യൂസ് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പഴയതുപോലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്, കോൺസെൻട്രിക് ആയിട്ടും അതേപോലെ തന്നെ എക്സെൻട്രിക് ആയിട്ടും ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിനകത്തൊരു ക്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വിറ്റിൻ്റെ സ്ട്രെസ് 0 ആണെന്ന്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത് ചോദിച്ചത് മുകളിലും താഴെയും റീഇൻഫോഴ്സ്മെൻറ്റ് ബാറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്ന കേസിൽ കോമൺ ആയിട്ട് ഒരു എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ആ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടിനും കൂടെ ഉണ്ടായിരിക്കണം. സോ അത് കണ്ടുപിടിക്കണമായിരുന്നു. സോ അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഇത്രയും പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.